Hello everyone. ഇന്നത്തെ ക്ലാസ്സിൽ we will move to the next section called the sets and operations. നമുക്ക് എല്ലാവർക്കും അറിയാം what is a set അല്ലെങ്കിൽ collection of things. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ സെറ്റ്സ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സ്ഥിരം കാണുന്ന സാധനമാണ്. നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ ഒരു സെറ്റ് ഫോം ചെയ്യും, ഫുട്ബോൾ ടീം, ഇങ്ങനെയുള്ളതെല്ലാം ആരുടെ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു, സെറ്റിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ എന്തോന്നാ, നമുക്ക് ഒരു സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ട് ഇസ് എ സെറ്റ്? ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് ആയിരിക്കും. അതിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സർട്ടൺ പ്രോപ്പർട്ടിയും ആ സെറ്റിന് ഉണ്ടാവും. അപ്പം നമുക്ക് ആസ് എ ഹോൾ നമുക്ക് ആ സെറ്റിനെ എന്ത് ചെയ്യാം, കാണാൻ സാധിക്കും. ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സിനെ എല്ലാം കൂടെ നമ്മൾ എടുത്തൊരു കളക്ഷനായിട്ട് വച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് എ സെറ്റ് എന്ന് പറയാൻ പറ്റും. Then what is a set? How can we define a set? A set is a collection of objects characterized by some defining property that allows us to think of the objects as a whole. And സെറ്റിലുള്ള മെമ്പറുകളെയാണ് നമ്മൾ എന്ത് പറയും? ഓബ്ജക്റ്റിനെയാണ് പറയുന്നത് എലമെന്റ്സ് അല്ലെങ്കിൽ മെമ്പർ ഓഫ് ദി സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എല്ലാ കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സിനെയും നമുക്ക് സെറ്റ് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ആ ഒരു പ്രത്യേകം ഒരു ഡെഫിനിഷൻ ആ സെറ്റിന് ഉണ്ടായിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? ആ കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ, സെറ്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ കുറച്ച് സെറ്റ് നൊട്ടേഷൻസ് നമ്മൾ പഠിക്കും. ആക്ച്വലി നമ്മൾ ഇത്രയും കാലം നമ്മൾ പഠിച്ച സെറ്റ്സിന്റെ ഒരു തിയറി അല്ല ഇവിടെ പഠിക്കാൻ പോകുന്നത്. വി നോ വാട്ട് ഈസ് എ സെറ്റ്, സെറ്റിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ പലതും പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ സെറ്റ് തിയറിയാണ് പല മാത്തമാറ്റിക്സ് സബ്ജക്ട്സിന്റെയും ബേസ് എന്ന് പറയുന്നത്. ഈ സെറ്റ് തിയറി എങ്ങനെ നമുക്ക് അനാലിസിസിൽ ഉപയോഗിക്കാൻ സാധിക്കും, വെച്ചാൽ പ്രൂഫ് ഒക്കെ എഴുതാൻ ഒരു സെറ്റ് തിയറി വരുമ്പോൾ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് സാധാരണ സെറ്റ് തിയറിയിലുള്ള സിമ്പിൾസ് എന്താണെന്നൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് വി യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ടു ഡെസിഗ്നേറ്റ് സെറ്റ്സ്. ഒരു സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് ലെറ്റർ ഉപയോഗിച്ചാണ്? ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചാണ്. ഓക്കെ, ആ സെറ്റിലുള്ള ഓബ്ജക്ട്സ് ഇന്ന ഓബ്ജക്റ്റ് ആ സെറ്റിൽ ഉണ്ടെന്ന് കാണിക്കുന്നത് ഏത് സിമ്പിൾ ഉപയോഗിച്ചാണ്? ദിസ് ബിലോങ്സ് ടു എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ച്. ഇഫ് യു റൈറ്റ് എ ബിലോങ്സ് ടു എസ്, ഇങ്ങനെ നമ്മൾ എ ബിലോങ്സ് ടു എസ് എന്ന് ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്നുള്ള ഓബ്ജക്റ്റ് എസ് എന്ന സെറ്റിലെ മെമ്പർ ആണെന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഇനി നമ്മൾ എ ഡസ് നോട്ട് ബിലോങ്സ് ടു എസ് എന്ന് എഴുതി കാണിച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? എ എന്നുള്ള ഓബ്ജക്റ്റ് എസ് എന്നുള്ള സെറ്റിലെ മെമ്പർ അല്ല. റൈറ്റ്? ലെറ്റ് us see an example. If A is equal to set 1 2 3 4, അപ്പൊ ഇവിടുത്തെ സെറ്റ് ഏതാണ്? ക്യാപിറ്റൽ എ ആണ്. It has elements 1 2 3 4. അപ്പോ 2 belongs to A. The meaning എന്താണ്? 2 എന്നുള്ള ഓബ്ജക്റ്റ് എ എന്നുള്ള സെറ്റിൽ മെമ്പർ ആണ്. ആൻഡ് 5 does not belongs to A. ന്റെ മീനിങ് എന്താണ്? നമുക്ക് കണ്ടാ അറിയാം, 5 എന്നുള്ള എലമെന്റ് എവിടെ ഇല്ല? എക്കകത്തില്ല. 5 is not a member of the set A. എ എന്നുള്ള എലമെന്റ് സെറ്റ് എക്കകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നാൽ മതി. ഓക്കെ, എ ബിലോങ്സ് ടു എ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നാൽ മതി. സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. വാട്ട് ഇസ് എ സ്റ്റേറ്റ്മെന്റ്? ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ സെന്റൻസ്. എന്തായിരിക്കണം? ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും, ആൻഡ് നോട്ട് ബോത്ത്. ഈ പറഞ്ഞ കാര്യം നമ്മൾ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു കളക്ഷൻ തന്നു കഴിഞ്ഞാൽ സെറ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കൊരു കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. ഓൾ ദ കറണ്ട്
US senators are from Massachusetts. ഓക്കെ, അപ്പൊ എന്താണ് ഇത്? നമ്മളിപ്പോ ഒരു കറണ്ട് US സെനറ്റ്, ഒരു US-ലുള്ള സെനറ്റേഴ്സ് എല്ലാവരും ഈ പെർട്ടിക്കുലർ സ്ഥലത്തു നിന്നാണ് എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ സെനറ്റേഴ്സിന്റെയും കളക്ഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലൊരു എലമെന്റ് എടുക്കുക, ആ പെർട്ടിക്കുലർ വ്യക്തി ഈ പെർട്ടിക്കുലർ സ്ഥലത്തു നിന്നാണോ വരുന്നത്. ആൻസർ മേ ബി ട്രൂ ഓർ ഫോൾസ്. രണ്ടും കൂടെ ഒരുമിച്ച് വരത്തില്ലല്ലോ. സോ ഇതെന്തായി? ദിസ് ഈസ് എ സെറ്റ്. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് all prime divisors of 1987. അപ്പൊ നമ്മുടെ സെറ്റിലുള്ള എലമെന്റ്സ് ഏതാണ്? 1987ന്റെ പ്രൈം ഡിവൈസേഴ്സ്. ഓക്കെ, അപ്പോ 1987ന്റെ പ്രൈം ഡിവൈസേഴ്സ് ഏതാ? 1 ഒരു 2 അതിന്റെ പ്രൈം ഡിവൈസർ ആണോ? അല്ല. അപ്പൊ നമ്മൾ ഏതില് എസ് ഓർ നോ ക്വസ്റ്റ്യൻ, നമ്മൾ ഏതൊരു എലമെന്റ് എടുത്താൽ, ഏതൊരു പ്രൈം നമ്പർ എടുത്താലും അത് 1987ന്റെ ഡിവൈസർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകിൽ എസ് ആയിരിക്കും, ഫോൾസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പം ഇത് എന്തായിരിക്കും? ദിസ് ഈസ് ഓൾസോ എ സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓൾ ദ ടോൾ പീപ്പിൾ ഇൻ കാനഡ, അതൊരു സെറ്റ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. 153 സെന്റിമീറ്റർ ഉള്ള ആള് ബിലോങ്സ് ടു, ഇതിന് എ കൊടുത്തു കഴിഞ്ഞാൽ ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ എന്താവാം? ട്രൂ ആകാം, വേണമെങ്കിൽ എന്താവാം? ഫോൾസ് ആവാം. നിങ്ങൾക്കൊരു പ്രിസൈസ് ആൻസർ അവിടെ കിട്ടുന്നുണ്ടോ? ടോൾനെസ് എന്നുള്ള സംഭവം അവിടെ എന്തല്ല? ഡിഫൈൻഡ് അല്ല. സോ ദിസ് ഈസ് നോട്ട് എ സെറ്റ്. റൈറ്റ്. ഇവിടെ നോക്കിക്കേ. all the prime numbers between 8 and 10. Next question is all the prime numbers between 8 and 10. We know the prime numbers. ഏതൊക്കെയാണ്? What are the prime numbers? 2, 3, 11, etc. Right? നോക്കിക്കേ. 2 8ന് 10ന് കിടപ്പുണ്ടോ? No, that is false. 3 is a prime number between 8 and 10. It is false, right? അപ്പോ പക്ഷെ നമുക്കറിയാം 8ന്റെയും 10ന്റെയും ഇടയിൽ ഒരു പ്രൈം നമ്പറും ഇല്ല എന്നറിയാം. പക്ഷേ we will get an answer true or false. അല്ലെ? ഏതൊരു പ്രൈം നമ്പർ എടുത്താലും 8 and 10 ഇടയിൽ കിടക്കുന്നില്ല. അപ്പൊ ദാറ്റ് ഈസ് എ ഫോൾസ്. അപ്പൊ നമുക്കൊരു പെർട്ടിക്കുലർ ആൻസർ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. either it is true or false, right? Therefore, this is also a set. അപ്പോ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. നമുക്ക് ബിലോങ്സ് ടു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് നമുക്ക് എഴുതാൻ സാധിക്കണം. രണ്ടും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആ സെറ്റ് ആ കളക്ഷൻ എന്തല്ലാതായി മാറും? സെറ്റ് അല്ലാതായി മാറും. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ നമ്മൾ എന്താ ഇത്രയും നേരം പഠിച്ചു വന്നത്? ടു ഡിഫൈൻ എ പെർട്ടിക്കുലർ സെറ്റ് we have to indicate the property that characterizes its elements. ആ എലമെന്റിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന പ്രോപ്പർട്ടി നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്താൽ നമുക്കൊരു പെർട്ടിക്കുലർ സെറ്റിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. റൈറ്റ്? അപ്പോൾ പല രീതിയിൽ നമുക്ക് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ സെറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് സെറ്റും ഇൻഫിനിറ്റ് സെറ്റും ഉണ്ടായിരിക്കും. ഒരു ഫൈനൈറ്റ് സെറ്റിന്റെ മീനിങ് എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഫൈനൈറ്റ് ആയിരിക്കും. ഇൻഫിനിറ്റ് സെറ്റിന്റെ മീനിങ് എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻഫിനിറ്റ് ആയിരിക്കും. നമുക്ക് 2 എക്സാമ്പിൾ നോക്കാം. ഒരു ഫൈനൈറ്റ് സെറ്റ് നമ്മൾ ഇവിടെ കണ്ട if a set A consisting of elements 1, 2, 3, 4 can be written as A is equal to set 1, 2, 3, 4. അപ്പൊ നമ്മൾ എന്തായി പറഞ്ഞിരിക്കുന്നത്? ഒരു ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ എലമെന്റിനെയും ലിസ്റ്റ് ചെയ്ത് ആ സെറ്റിനെ എന്ത് ചെയ്യാൻ സാധിക്കും? കാണിക്കാൻ പറ്റും.
അപ്പോൾ ഒരു ജസ്റ്റ് ഒരു എലമെന്റ് ബി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബി ഈസ് ഈക്വൽ ടു സെറ്റ് ബി. ഈ വെറും ബിയും സെറ്റ് ബിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിക്കൊള്ളുക. ഈ വെറും ബി എഴുതിയാൽ അതിന്റെ മീനിങ് എന്താണ്? എലമെന്റ് ആണെന്നാണ്. സെറ്റ് ബിയുടെ മീനിങ് എന്താണ്? ദാറ്റ് ഈസ് എ സെറ്റ് containing only one element and that element is B. ഓക്കെ, അപ്പൊ ഫൈനൈറ്റ് സെറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫൈനൈറ്റ് സെറ്റിലെ എലമെന്റ്സിലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിസ്റ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഒരു സിംഗിൾ എലമെന്റ് ഉള്ള സെറ്റിനെ നൊട്ടേറ്റ് ചെയ്യുന്ന കാര്യവും നമ്മൾ പറഞ്ഞു. റൈറ്റ്? ഇനി അടുത്തത് ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയാം. ഓക്കെ, ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് അതിൻ്റെ അകത്തുള്ളത്. നമുക്ക് എല്ലാ എലമെന്റ്സിനെയും പറക്കി എഴുതാൻ പറ്റത്തില്ല ഒരു ഇൻഫിനിറ്റ് സെറ്റിനെ. സോ ആ സെറ്റിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു റൂള് നമ്മൾ എഴുതണം. ആ റൂൾ എപ്പോഴും നമ്മൾ വിത്തിൻ ഏതാണ്? വി ഓൾവേസ് റൈറ്റ് ഇൻ എങ്ങനത്തെ ബ്രേസസിൽ എഴുതും? ഈ ടൈപ്പ് ഓഫ് ബ്രാക്കറ്റ്സിന്റെ അകത്താണ് എഴുതുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ദ എക്സാമ്പിൾ ഈസ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് സെറ്റ്? ഇങ്ങനെ ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ C is the set of all x such that x is prime. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് എന്ത് പറയാം? C is the set of all prime numbers. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റ് സെറ്റുകൾ നമ്മൾ എപ്പോഴും എന്താണ്? ഒരു റൂൾ, ആ സെറ്റിനെ ഡിഫൈൻ ചെയ്യുന്ന റൂൾ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെറ്റ് റെപ്രസെന്റേഷൻ കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് സബ്സെറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, സബ്സെറ്റ് ഉള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു സെറ്റുകൾ. നമുക്ക് രണ്ട് സെറ്റുകളുണ്ട്, എയും ബിയും. ഓക്കെ, ലെറ്റ് എ ആൻഡ് ബി ടു സെറ്റ്സ്. ദ ഡെഫിനിഷൻ ഈസ് ലൈക്ക് ദിസ്. ആരുടെ ഡെഫിനിഷൻ ആണ്? സബ്സെറ്റിന്റെ ഡെഫിനിഷൻ ആണ്. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ദാറ്റ് എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി if every element of A is an element of B. Okay, for example, if A is equal to set 1, 2, 3, 4 and B is equal to set 1, 2, 3, 4, 5 and 6. സി, ഇവിടെ എ എന്നുള്ള സെറ്റ് ആറിന്റെ അകത്ത് കിടക്കുന്നുണ്ട്? ബിക്ക് അകത്ത് കിടപ്പുണ്ട്. റൈറ്റ്? എ കംപ്ലീറ്റ്ലി ആറിന്റെ അകത്ത് കിടക്കുകയാണ്. അപ്പൊ നമ്മളൊരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇത് ബി ആണെങ്കിൽ ഇത് ഏതായിരിക്കും? എ ആയിരിക്കും. റൈറ്റ്? Then we say that A is a subset of, what is it? Subset of B. നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. A is a subset of B. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ബി ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ. നെക്സ്റ്റ് ടേം ഈസ് കോൾഡ് ദ പ്രോപ്പർ സബ്സെറ്റ്. പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? എ ഈസ് കോൾഡ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എ ആരുടെ സബ്സെറ്റ് തന്നെയായിരിക്കും? ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. പക്ഷേ ബിക്കകത്ത് there exists an element that is not in A എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർ സബ്സെറ്റ് ആവണമെങ്കിൽ ഇത് ബി, ഇത് എ. എക്കകത്തുള്ള എലമെന്റ് എല്ലാം ബിക്കകത്തുണ്ടായിരിക്കും. പക്ഷേ ബിക്കകത്ത് എയിൽ ഉൾപ്പെടാത്ത ഒരു എലമെന്റ് എങ്കിലും കാണുമെങ്കിൽ നമ്മൾ എന്ത് പറയും? എ ഈസ് കോൾഡ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. ഫൈൻ. പേരിൽ നിന്നാണ് പ്രോപ്പർ സബ്സെറ്റിന്റെ മീനിങ് എന്താണ്? അതൊരു സബ്സെറ്റ് ആയിരിക്കും. കംപ്ലീറ്റ്ലി അകത്ത് ആരുടെ അകത്ത് കിടക്കും? ബിക്കകത്ത് കിടക്കുകയും ചെയ്യും. എയിലില്ലാത്ത ഒരു എലമെന്റ് എവിടെ ഉണ്ടായിരിക്കും? ഒരു എലമെന്റ് എങ്കിലും ദയർ എക്സിസ്റ്റ്. നോക്കിക്കേ, നമ്മളെ ഇത്രയും ദിവസം പഠിച്ചു വന്ന കൺസെപ്റ്റ് ആണ് ദയർ എക്സിസ്റ്റ്. ദയർ എക്സിസ്റ്റിന്റെ മീനിങ് എന്താണ്? ഏതെങ്കിലും ഒന്ന് മതി എന്നാണല്ലോ. ഒരു എലമെന്റ് എങ്കിലും എയിലില്ലാത്ത ഒരു എലമെന്റ് എങ്കിലും എവിടെ ഉണ്ടായിരിക്കും? ബിയിലുണ്ടായിരിക്കും. റൈറ്റ്? ഓക്കെ, അപ്പോ ഇതാണ് നമുക്ക് എല്ലാവർക്കും സബ്സെറ്റ് എന്താണെന്നും പ്രോപ്പർ സബ്സെറ്റ് എന്താണെന്നും നമുക്കറിയാം. ഇനി നമ്മളിവിടെ അനാലിസിസ് ആണ് നമ്മൾ പഠിക്കുന്നതെന്ന് ആദ്യം പറഞ്ഞു. അപ്പൊ നമ്മുടെ അടുത്ത് ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ
അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, we have to prove, what you have to prove? We have to prove that A is a subset of B. ഇതാണ് നമ്മുടെ അനാലിസിസ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് കാണിക്കണം? എയിൽ നിന്ന്, അപ്പൊ നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? എ ആരുടെ സബ്സെറ്റ് ആണെന്ന് കാണിക്കണം, ബിയുടെ സബ്സെറ്റ് ആണെന്ന് കാണിക്കണം. നമുക്ക് എന്ത് കാണിക്കണം? എ ബിയുടെ സബ്സെറ്റ് ആണെന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? എയിൽ നിന്ന് ഒരു എലമെന്റ് എടുക്കുക. ഓക്കെ, എ ബിലോങ്സ് ടു എ, എന്നിട്ട് implies that എ എവിടെ കിടക്കണമെന്ന് കാണിച്ചാൽ മതി? ബിയിൽ കിടക്കുന്നു. എയിൽ നിന്ന് ഏതൊരു എലമെന്റ് എടുത്താലും ആ എലമെന്റ് എവിടെ കിടക്കണം? ബിയിൽ കാണിക്കണം. അപ്പൊ അവിടെ ഒരു ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത്. To prove that A is a subset of B, we have to prove the implication statement. If X belongs to A, then X belongs to B is a true statement എന്ന് prove ചെയ്ത് കഴിഞ്ഞാൽ we can say that A is a subset of B. നമുക്ക് ഒരു ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചിട്ടുണ്ട്, റൈറ്റ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ബിയെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ബിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ആർക്കും ഉണ്ടെന്ന് കാണിച്ചാൽ മതി, എക്കും ഉണ്ടെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, we will move to the next definition. A is equal to B. ഇനി അടുത്ത് പ്രൂവ് ചെയ്യാൻ പോകുന്ന ഏതാണ്? നമ്മുടെ അടുത്ത ഡെഫിനിഷൻ A is equal to Bയുടെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, and it is written as A is equal to B, written ഇങ്ങനെയാണ് എഴുതുന്നത്, A is equal to B. രണ്ട് സെറ്റുകൾ ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? If A is a subset of B and B is a subset of A. A is a subset of B and B is a subset of A ആണെങ്കിൽ that means that A is equal to B. How can we prove A is equal to B? A is equal to B എങ്ങനെ പ്രൂവ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഏതാണ്? If X belongs to A, then X belongs to B. അപ്പൊ അവിടെ നിന്ന് എന്ത് കിട്ടും? What will you get? We will get that A is a subset of B. Right? ഇനി അടുത്ത ഏതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട അടുത്ത ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ X belongs to B implies എന്താ? X belongs to A. If X belongs to B implies X belongs to A. അപ്പൊ അതേതിന്റെ ഡെഫിനിഷൻ ആയി? അതേതിന്റെ ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്? B subset of A. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണെങ്കിൽ what does that mean? A is equal to B ആണെന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ നമുക്ക് സെറ്റുകൾ തന്നിട്ടുണ്ട്, ഇത് മൂന്നും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സെറ്റിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്? 1 2 3 4. This is 2 3 4 2 4 3 1 1 2 3 2 4 2. ഇവിടെ ഇതിൻ്റെ അകത്ത് 1 2 3 4 ആണ്. രണ്ടാമത്തെ സെറ്റിലും എന്ത് തന്നെയാണ്? 1 2 3 4 ആണ്. പക്ഷെ മൂന്നാമത്തെ സെറ്റിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 അങ്ങ് റിപ്പീറ്റ് ചെയ്യുന്നു. പക്ഷേ ആ റിപ്പീറ്റഡ് 2 എന്ന് പറയുന്നത് ഒരു അൺനെസസറി സാധനമാണ്. നമുക്ക് വേണമെങ്കിൽ അതിനെ എന്ത് ചെയ്യാം? വൊമിറ്റ് ചെയ്യാം. അപ്പോൾ ആ ലാസ്റ്റ് സെറ്റിൽ വരുന്ന എലമെന്റ്സ് ഏത് തന്നെയാണ്? 1 2 3 4 ആണ്. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ നമുക്ക് അറിയാന്നുള്ള നൊട്ടേഷൻസുകൾ പറയുന്നു എന്നേ ഉള്ളൂ. നമ്മളെപ്പോഴും നൊട്ടേഷൻസ് ഓർത്ത് വെച്ചേക്കാം. നമുക്ക് ഒരു സെറ്റിന് എപ്പോഴും ഞാൻ പറഞ്ഞു, ഒരു സെറ്റിന് നമ്മളെപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സാധാരണ വരുന്ന സെറ്റുകൾ ഇതൊക്കെയാണ്. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് വരും, ഇൻറ്റിജേഴ്സ് വരും, റാഷണൽ നമ്പേഴ്സ് വരും, റിയൽ നമ്പേഴ്സ് വരും. ഓക്കെ, പോസിറ്റീവ് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിന് നൊട്ടേറ്റ് ചെയ്യുന്ന നമ്പർ ഏതാണ്? ക്യാപിറ്റൽ N ആണ്. ഇൻറ്റിജേഴ്സിന് നൊട്ടേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ Z വെച്ചിട്ടാണ്. റാഷണൽ നമ്പേഴ്സിനെ നൊട്ടേറ്റ് ചെയ്യുന്ന സെറ്റ് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ Q ആണ്, ക്യാപിറ്റൽ Q. ആൻഡ് റിയൽ നമ്പേഴ്സ് എന്ന സെറ്റിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ R. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതെല്ലാം നമ്മൾ സെറ്റ് നൊട്ടേഷൻസ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു സെറ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ R എന്നുള്ള എലമെന്റ്, ഇതെന്നൊക്കെ എലമെന്റ് നമ്മൾ ഈ വലിയ സെറ്റിൽ നിന്ന്, ഇപ്പൊ നമ്മൾ വലിയ സെറ്റ് ഇവിടെ ഡിഫൈൻ ചെയ്ത സെറ്റുകൾ ഏതൊക്കെയാണ്? N Z Q R. യൂഷ്വലി നമ്മൾ സെറ്റിൽ എടുക്കുന്ന എലമെന്റ്സ് എല്ലാം എവിടെ നിന്നായിരിക്കും? ഒന്നുകിൽ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻറ്റിജേഴ്സ് ആയിരിക്കും.
അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും, റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇതൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ സെറ്റുകൾ ഡിഫൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന സെറ്റ് നോക്കിയേ. ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് 0 less than x less than 1. Okay, A is the set of all x such that x belongs to R and 0 less than x less than 1. This means that A is the set of all x such that x belongs to R and 0 less than x less than 1. ഇങ്ങനെ നമുക്ക് നീട്ടി വലിച്ച് എഴുതണം എന്നില്ല. നമുക്ക് ഈ പോർഷൻ അങ്ങ് ഒമിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതിയാലും മതി. എങ്ങനെ എഴുതിയാൽ മതി? A is equal to set of all x belongs to R such that 0 less than x less than 1. ഈ രണ്ട് സെറ്റും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. നൊട്ടേഷൻസ് നമ്മൾ വലുതാക്കാൻ ഒന്ന് ചുരുക്കി എഴുതിയിരിക്കുന്നു. രണ്ടും എന്ത് തന്നെയാണ് കാണിക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ x in R. X in R means set of all real numbers that lies between 0 and 1. ഇനി അടുത്ത നൊട്ടേഷൻസ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് ഇന്റർവെൽസിന്റെ കാര്യങ്ങൾ. അടുത്ത നൊട്ടേഷൻ ഇന്റർവെൽസിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇന്റർവെൽസ് നോക്കിയോളാം. ഫസ്റ്റ് ഇന്റർവെൽ തന്നിരിക്കുന്നത് ക്ലോസ് ഇന്റർവെൽ എ ബി. സെറ്റ് നൊട്ടേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ക്ലോസ്ഡ് ഇന്റർവെൽ ആകുമ്പം നമുക്ക് n പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റിൽ n പോയിന്റ്സ് ആയ എയും ബിയും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതോ ഓപ്പൺ ഇന്റർവെൽ എ ബി. എങ്ങനെയാ നമ്മൾ സെറ്റ് നൊട്ടേഷനിൽ എഴുതുന്നത്? ഇവിടെ ആര് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല? n പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സോ നൊട്ടേഷൻ ഈസ് ലൈക്ക് ദിസ്. സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. സിമിലർ എക്സാമ്പിൾസ് ഇത് തന്നെയാണ്. ഇവിടെ അടുത്ത എക്സാമ്പിളില് ക്ലോസ്ഡ് ഓപ്പൺ ആണ്. ആ ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെല്ലിൽ ആര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? എനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി. ഇത് അടുത്തതോ ഓപ്പൺ ക്ലോസ് ഇന്റർവെൽ ആണ്. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ എക്സ് ലെസ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് ആര് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല? എനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഫസ്റ്റ് ഇന്റർവെലിന് പറയുന്ന പേരാണ് ക്ലോസ്ഡ് ഇന്റർവെൽ. ദിസ് ഇന്റർവെൽ ഈസ് കോൾഡ് ദ closed interval. This is called the open interval. These two intervals are half open or half closed. Okay. ഇനി അടുത്ത എന്താണ്? അൺബൗണ്ടഡ് ഇന്റർവെൽസ് നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാം. അൺബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും n പോയിന്റ്സ് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഇതെന്താണ്? ദിസ് ഇന്റർവെൽ എന്താണ്? എ ഇൻഫിനിറ്റിന്റെ മീനിങ് എന്താണ്? എ തൊട്ട് ദിസ് ഈസ് നമ്മുടെ റിയൽ ലൈൻ ആണ്. റിയൽ ലൈൻ ആണെങ്കിൽ ഇത് എ ആണെങ്കിൽ എ തൊട്ട് എ ക്ലോസ്ഡ് ആണ്. എ തൊട്ട് ഏതുവരെ പോകുന്നുണ്ട്? എ ഇൻക്ലൂഡ് ചെയ്ത് അങ്ങ് പോവാണ്. ഒരു എൻഡ് ഇല്ല. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? എ ഇൻഫിനിറ്റി എന്ന് എഴുതുന്നത്. ഇതാണെങ്കിലോ ആരെ ഇൻക്ലൂഡ് ചെയ്യത്തില്ല? എനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. റൈറ്റ്? ഇതാണെങ്കിൽ എന്താണ്? നമ്മൾ ഇന്റർവെൽ വരയ്ക്കുവാണെങ്കിൽ ഇത് ബി എന്നുള്ള പോയിന്റ് ആണെങ്കിൽ ഇവിടം തൊട്ട് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ ബി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ബിയെ കാട്ടി ചെറിയ വാല്യൂസ്. ഇവിടെയോ ബി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ എക്സ് ലെസ് ദാൻ ബി. അപ്പോൾ ഇതെല്ലാം ഇൻഫിനിറ്റ് അൺബൗണ്ടഡ് ഇന്റർവെൽസ് ആണ്. We have given 4 sets A, B, C and D. നോക്കിയോളൂ, we have got 4 സെറ്റ് ഉണ്ട്. ആദ്യത്തെ A is a subset of C ആണല്ലോ. A is completely contained in C. So A is a subset of C. One does not belongs to D. ശരിയാണോ? നമുക്ക് കിട്ടിയിരിക്കുന്നത് D എന്ന് പറയുന്ന സെറ്റ് set of all x belongs to R such that what is it? X square minus 8x plus 15 is equal to 0. Set of all x belongs to R such that what is it? X minus 3 and x minus 5 is equal to 0. What is it? X in the value എന്താണ്? 3 ഉം 5 ഉം. അപ്പോൾ നമ്മുടെ സെറ്റ് ഏതാണ്? 3 and 5.
ഓക്കെ, നമുക്ക് സെറ്റ് ബിൽഡർ ഫോം തന്നിരിക്കുന്നത്. നമുക്ക് ഈ സെറ്റിനെ എന്തായിട്ട് എഴുതാൻ പറ്റും? ഈ ഫൈനൈറ്റ് സെറ്റ് ആയത് കാരണം ആ എലമെന്റ് വെച്ച് നമുക്ക് നൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പറയാലോ, ഇപ്പോ 1 does not belongs to D. Yes, this is true. A is not a subset of B. ആണല്ലോ. എക്കകത്തുള്ള എലമെന്റ് 1 ബിക്കകത്തുണ്ടോ? ഇല്ല. സോ A is not a subset of B. സബ്സെറ്റ് ആവണമെങ്കിൽ എന്ത് കാണിക്കണം? എയിൽ നിന്നുള്ള ഒരു എലമെന്റ് എടുക്കണം. അത് എവിടെ കിടക്കണം? ബിയിൽ കിടക്കണം. ഇവിടെ എയിലുള്ള എലമെന്റ് എടുത്തു. വാട്ട് ഈസ് 1 belongs to A. ആ എലമെന്റ് എവിടെ കിടക്കുന്നില്ല? ബിയിൽ കിടക്കുന്നില്ല. സോ എ ആരുടെ സബ്സെറ്റ് അല്ല? ബിയുടെ സബ്സെറ്റ് അല്ല. ഈ സ്റ്റേറ്റ്മെന്റ് false ആണ്. So this is it does not be. That is also true. 5 belongs to B. ആണല്ലോ. True. 5 is a subset of, not a subset of B. Right? 5 element of B ആണ്. 5 belongs to B എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ട്രൂ ആണ്. റൈറ്റ്? ഇവിടെ സബ്സെറ്റ് ആവണമെങ്കിൽ സെറ്റ് ആയിട്ട് നമ്മൾ എഴുതണം. 5 set 5 is a subset of B. That is true. Okay, but 5 is not a subset of B. ആണോ? അല്ലല്ലോ. 5 ഒരു സെറ്റ് അല്ല, എലമെന്റേ ആകുന്നുള്ളൂ. അപ്പം this is also true. ആ രണ്ട് കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. 5 is not a subset of B, but set 5 is a subset of B. Is B is equal to D? Yes. ബിയിലെ എലമെന്റ് ഏതൊരു എലമെന്റ് എടുത്താലും ഡിയിൽ കിടക്കുന്നുണ്ട്. ഡിയിൽ ഏതൊരു എലമെന്റ് എടുത്താലും ബി കിടക്കുന്നുണ്ട്. That is, this is also true. B is not is equal to C. That is also true. Right? അപ്പൊ നമ്മള് ഈ സ്ലാഷ് വന്നതിന്റെ മീനിങ് എന്താണ്? does not എന്നുള്ള മീനിങ് ആണ്. Let us do another problem. Given that A is equal to set 1, 2, 3, 4, 5 and B is equal to set of all x's, that x is equal to 2k for some k belongs to n. നിങ്ങൾക്ക് 2k എന്ന് പറയുമ്പോൾ ബി എന്ന് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? സെറ്റ് ഓഫ് ഓൾ എക്സസ് ദാറ്റ് എക്സ് 2k ആണെന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഈസ് E1. റൈറ്റ്? കെ എവിടെ കിടക്കുന്നതാണ്? എന്നിൽ കിടക്കുന്ന എലമെന്റ്. സോ ബി എന്ന് എന്തിനെ കാണിക്കുന്നു? ഈവൺ നമ്പേഴ്സിന്റെ കളക്ഷനെ കാണിക്കുന്നു. വാട്ട് ഈസ് സി? സിയുടെ എന്താണ്? എക്സ് ബിലോങ്സ് ടു എൻ സെസ് ദാറ്റ് എക്സ് ലെസ് ദാൻ 6. അപ്പൊ എൻ എവിടെ നിന്നോട്ടാണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ദാറ്റ് ഈസ് 1, 2, 3, 4, 5. 6 ഇൻക്ലൂഡ് ചെയ്യോ? ഇല്ലല്ലോ. ദാറ്റ് ഈസ് എക്സ് ലെസ് ദാൻ 6. ക്യാപിറ്റൽ എൻ എന്തിനെ നൊട്ടേറ്റ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. വാട്ട് ഈസ് ക്യാപിറ്റൽ എൻ? സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇന്റിജേഴ്സ് ആണ് ക്യാപിറ്റൽ എൻ, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് നോക്കാലോ. സെറ്റ് 4, 3, 2 belongs is a subset of A. 4 is an element of A, 3 is an element of A, and 2 is an element of A. Therefore, this is a subset of A. Right? This is true. Then B. 3 belongs to B. 3 belongs to B ആണോ? 3 B ക്കകത്ത് കിടപ്പുണ്ടോ? No. Why? B എന്ന് പറഞ്ഞാൽ ഈവൺ നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ്. This is false. Right? A is a subset of C. Is it right? നോക്കിക്കേ, സി എന്ന് പറഞ്ഞാൽ ഏതിന്റെ കളക്ഷൻ? 1, 2, 3, 4, 5. Yes, A is a subset of C. രണ്ടും സെയിം ആണെങ്കിലും എന്താണ്? It is a subset of C. Right? Then set 2 is an element of A. നോക്കിക്കോളാ, 2 belongs to A, but set 2 does not belongs to A. ആണല്ലോ. അപ്പോ സെറ്റ് 2 belongs to A യുടെ മീനിങ് എന്താണ്? വാട്ട് ഇസ് ദാറ്റ്? ദാറ്റ് ഈസ് ഫോൾസ്. ഓക്കെ, then C is a subset of B. നോക്കിക്കേ, C is a subset of B. C എന്നുള്ള എലമെന്റ് ബിക്കകത്ത് കിടക്കണുണ്ടോ? നോക്കിക്കേ,
1 does not belongs to B. നമ്മൾ എങ്ങനെ സബ്സെറ്റ് എങ്ങനെ പ്രൂവ് ചെയ്യും? സിയിൽ നിന്ന് ഒരു എലമെന്റ് എടുക്കുക. വാട്ട് ഇസ് ദ ഫസ്റ്റ് എലമെന്റ്? 1 belongs to C. ആ 1 ബിക്കകത്ത് കിടക്കുന്നുണ്ടോ എന്ന് നോക്കുക. ബിക്കകത്ത് കിടക്കുന്ന എലമെന്റ്സ് എല്ലാം ഏതാണ്? ഈവൺ നമ്പേഴ്സ് ആണ്. അപ്പൊ 2, 4 ആണ്. അപ്പം ആരുടെ അകത്തില്ല? does not belongs to B. That means C is not a subset of B. ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ this statement is, what is it? False. Right? 2, 4, 6, 8 is a subset of B. നോക്കിക്കേ, സബ്സെറ്റ് ആണ് നോക്കാൻ എന്ത് ചെയ്യണം? 2 belongs to B ആണ്, 4 belongs to B ആണ്, 6 belongs to B ആണ്, 8 belongs to B ആണ്. So this is a subset. So this is true. C is a subset of A. Correct ആണല്ലോ? 1 belongs to A. 1 C എന്നുള്ള എലമെന്റ് എടുക്കാണ്. 2 belongs to A. 3 belongs to A. 4 belongs to A. 5 belongs to A. അപ്പൊ എന്തായി? This is also true. C is a subset of B. And അപ്പൊ നമുക്ക് എന്താ നോക്കിയേ? A Cയുടെ സബ്സെറ്റും സി എയുടെ സബ്സെറ്റുമാണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? A is equal to C എന്ന് കിട്ടും. നാച്ചുറലി നമുക്ക് കണ്ടാ അറിയാം എയും സിയും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ഇനി അടുത്ത ഏതാണ്? നെക്സ്റ്റ് വൺ, A is equal to C, right? This is also true. I hope you understand. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെല്ലാം പഠിച്ചു എന്ന് നോക്കിയാൽ മെയിൻ കാര്യങ്ങൾ, we have studied what is a subset, right? Subset A subset ആണെങ്കിൽ how can we prove this one? ഇതാണ് മെയിൻ കാര്യം. നമ്മൾ A is a subset of B ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? If X belongs to A, then X എവിടെ തന്നെ കിടക്കണം? belongs to B. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് കാണിക്കണം. This implication true ആണെന്ന് കാണിച്ചാൽ A subset of B എന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. So main thing that we have studied. അടുത്ത നമ്മൾ പഠിച്ചത് A is equal to B ആണെന്ന് പ്രൂവ് ചെയ്യാൻ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്, A is a subset of B എന്നും B is a subset of A എന്നും. ആദ്യത്തെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? If X belongs to A, then X belongs to B ട്രൂ ആണെന്ന് കാണിക്കണം. അതിനൊപ്പം തന്നെ and what you have to prove? We have to prove that if X belongs to B, then X belongs to A. ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ we can say that A is equal to B. അപ്പോ സബ്സെറ്റ് എന്താണ്, പ്രോപ്പർ സബ്സെറ്റ് എന്താണ്, ഈക്വൽ സെറ്റ് എന്താണെന്നും ഇന്റർവെൽസ് എന്താണെന്നും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ, I hope you understand. Thank you for listening.